السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي. الحمد لله القدر العظيم الجاه وعلى آله وصحبه وسلم تسليما قدر الله في كل وقت وحين. أما بعد، رضي الله عن الرفاعي، رضي الله عن المعشوقي وعلى سيدنا مولانا محمد ബഹാനാ സുൽത്താൻ ആരിഫ് അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു തആലയുടെ മുരീദന്മാർ അവിടുത്തെ ലക്ഷണ ഒന്ന് എപ്പോൾ 4 ദോഷം ബറാണ്ടി കണ്ട് തോബ ചിഞ്ഞിക്കൊള്ളു. തോബ അസ്തഗ്ഫിറുല്ലാഹൽ അദീം അല്ലാഹു നസ്അലുക ബിറഹ്മതിക അല്ലതി വസിഅത കുല്ല ശൈഇൻ തഗ്ഫിർ ലി യാ റബ്ബൽ ആലമീൻ സയ്യിദുൽ ഇസ്തിഗ്ഫാർ ഒരു 4 ഓർമ്മട്ടിട്ട് ചെന്ന് തോബ ചെയ്യണം. പിന്നെന്താകണം? പിന്നൊരു കണ്ടീഷൻ, ദോഷത്തിൽ നിന്ന് മുക്തിയാവും. കൈയുടെ പരമാവധി ശ്രമിക്കണം. ദോഷപറാത്ത പോലെ കൈയുടെ പരമാവധി ശ്രമിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് 24 അക്ഷരമുണ്ട്. അത് 24 ഗണ്ട കൽബുൽ സദാ ഇക്കും പോലെ ഇക്കണം. അല്ലാഹു അല്ലാതെ ആരാധന അല്ലാണ്ട് വേറെ ആരുമില്ല. അള്ളാഹുൻ്റെ റസൂലു, അള്ളാഹുടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുടെ റസൂൽ എന്നുള്ള ആ ചഞ്ചലം അപ്പട്ട ഈമാൻ അത് കൽബിൽ 24 അക്ഷരം 24 ഗണ്ട സദാ ആയിക്കണം. പിന്നെ എല്ലാം കൂടെ എന്തെല്ലാം ഉണ്ട് എല്ലാം നശിച്ചു പോണ്ട് എല്ലാം. അതുകൊണ്ട് ബാക്കി അവിടെ അള്ളാഹു മാത്രം. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹുടെ അങ്ങേറ്റം പ്രസവിക്കണോ എല്ലാ രീതിയിലും എന്താക്കണോ കൈവുണ്ടാക്കണം. അള്ളാഹുടെ പ്രസവിക്കണം. അങ്ങനെ കുല്ലിൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. ആർക്കാട്ട് അള്ളാഹുടെ പ്രസവിക്കണം കണ്ടിട്ട് അള്ളാഹ് ചെന്ന ഖുർആനിൽ നബിയെ ചെല്ലൊരു അള്ളാഹുടെ ആറ് പ്രസവിക്കണം കൊണ്ട് ഫത്തബിഊനി നൻ്റെ ബിന്ദാക്കട്ട് ഫോളോ ആക്കട്ടെ അള്ളാഹുൻ്റെ റസൂൽ. അതുകൊണ്ട് അള്ളാഹുൻ്റെ റസൂൽ അങ്ങേറ്റം പ്രസവിക്കണം. പ്രസവിച്ച ലക്ഷണമായിട്ട് മഹാന സുൽത്താൻ ആരിഫി നൻ്റെ മുരീദന്മാരുടെ ലക്ഷണ എന്ന് ചെന്ന മഹാൻ സുൽത്താൻ ആരിഫി അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അവിടെ ജാവിഡി അവിടുത്തെ ഖാദിം ജൽദി സയ്യിദ് ഇമാദുദ്ദീൻ മഹാൻ ജൽദി അവിടെ വരങ്ങളുടെ മേൽ സുബ്ഹാന ഇത്രമാ വർഷം അവിടുത്തെ ഖാദിമാക്കിയ ഖിദ്മത്താക്കിയ ജാവ് വരങ്ങളുടെ വിഷയമില്ല. ജാവു അള്ളാഹുമായിട്ട് വെറും അള്ളാഹുമായിട്ട് ഇബാദത്ത്. എപ്പോൾ നോക്കി അള്ളാഹുമായിട്ട് ഇബാദത്ത് ധാരാളം കൊണ്ട് അള്ളാഹുടെ പേടിച്ച് ഉൾപ്പെടാത്ത ഒരു നാളില്ല. ആരമാണ് സുൽത്താൻ ആരിഫ് അഹ്മദുൽ കബീർ റിഫായി. അതുകൊണ്ട് എന്താക്കണം? അവിടുത്തെ വിട്ട മനുഷ്യന്മാർക്ക് ഇവിടെ പരമാവധി ജാവത്തിൽ നേരത്തെ തഹജ്ജുദ് നിസ്കരിക്കും. എല്ലാവരും തയ്യാറാവണം. ജാവൂത്തൽ ഹയാത്താക്കുള്ള എല്ലാ ഭാഗ്യ ഉണ്ടാക്കണം. മഹാൻ ചില സുൽത്താൻ ആരിഫ് അഹ്മദുൽ കബീർ റിഫായി. പിന്നെ പോലെ എല്ലെന്തോ കാരുണ്യ പ്രവൃത്തി എല്ലാവർക്കും സഹായക്കൊടും. ആരെല്ലാം പാവത്തമുള്ളാർ, ആരങ്ങ് കടുപടവറുള്ളാർ, മിസ്കിന്മാർ, നിർഗതികರು, വിധവയರು, കണ്ണു കാണത്ത അല്ലെങ്കിൽ അംഗവിക്കലർ എല്ലാവർക്കും കാരുണ്യ പ്രവൃത്തി. അതായത് എല്ലാവരുടെ കെരുപ്പ് കാട്ടിക്കൊണ്ട് എല്ലാവർക്കും പരോപകാര സഹായമാക്കണം. മനുഷ്യന്മാരെ സന്തോലാക്കണം. നല്ല കൈയുടെ പരമാവധി സന്തോലാക്കണം മനുഷ്യന്മാർ. അതുപോലെ ഇടീ അതായത് ആർക്ക് മഹാൻ്റെ സുൽത്താൻ ആരിഫിൻ്റെ ഡ്യൂട്ടി എന്തോ പോലിടി എല്ലാവർക്കും കാരുണ്യ പ്രവൃത്തി, എല്ലാവരുടെ കിരഫ കാട്ടണം, എല്ലാവർക്കും സഹായമാക്കണം. എല്ലാവർക്കും എത്ര ചിന്തിക്ക് കോല് കൊന്നു വിത്തിട്ട് മനുഷ്യന്മാർക്ക് സഹായമാക്കേണ്ടത് മഹാൻ സുൽത്താൻ ആരിഫീനും ശിഷ്യന്മാർ. അത്തരത്തിലേക്ക് ആ നിലയ്ക്ക് ദാനധർമാക്കണോ ചെന്നെങ്കിൽ മനുഷ്യന്മാർ സന്തോലാക്കണം. കൈയുടെ പരമാവധി മനുഷ്യന്മാർ സന്തോലാക്കണം. മനുഷ്യന്മാർ അള്ളാഹുടെ സന്തോലാണ്. അള്ളാഹു ഭയങ്കര സന്തോലാണത് കൊണ്ട് എല്ലാവരുടെ കിരഫ നിങ്ങൾ കാട്ടാറുണ്ട്. നിങ്ങളിട്ട് അള്ളാഹു കിരഫ കാട്ടുക എന്ന് ചെന്ന മഹാൻ സുൽത്താൻ ആരിഫിൻ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അവിടുത്തെ ആരടിക്കും വന്ന് ദ്വാരക്കും ചെല്ലാറുണ്ട്. നമ്മൾ വേണ്ടി നിങ്ങൾ ദ്വാരക്കുറു എന്ന് ചെന്ന ചെല്ലി തന്നിട്ട് കൂടുന്ന ആഹാര സ്റ്റാക്ക് കൊണ്ട് ചെന്നെങ്കിൽ നിങ്ങൾ 4 മെണമായതല്ല ഉണ്ട് തന്നിട്ടു. അതുകൊണ്ട് 4 മെണമായതുണ്ട് ആഹാരം. അങ്ങനെ ദൂവത്തല്ല സ്വീകരിക്കില്ല. ഭൂമിയിൽ വേണമായ എന്തെല്ലാം മനുഷ്യന്മാർക്ക് ആവശ്യം റിസ്ക് എന്തെല്ലാം ആവശ്യം എല്ലാം 24 ഗണ്ട എന്തെല്ലാം ആവശ്യം അതെല്ലാം അല്ല ഏറ്റെടുത്തറ. അതുകൊണ്ട് നിനക്കുള്ള അചഞ്ചലമായ ഈമാൻ ഇന്ന മനുഷ്യന്മാർ ദൂവത്തെ അള്ളാഹു ഭയങ്കര
ഭയങ്കര സ്വീകരിക്കടാ. ഞങ്ങൾ 4 സ്റ്റാക്ക് വെച്ചിരുന്നു. അള്ളോട്ട് 4 തണ്ടാണ് ഇല്ലിട്ട് സ്റ്റാക്ക് വെച്ചിരുന്നത് കൊണ്ട് ഞങ്ങൾ നണ്ടിട്ട് ഉണ്ടത് കൊണ്ട് നണ്ട് ദൂവത്ത് സ്വീകരിക്കില്ല. പിന്നെ എല്ലാ മനുഷ്യന്മാരെ എത്തരുമോ വിരോധിക്കിടാറില്ലേ, എല്ലാ അസൂയാലും കിടാറ്. അതിൽ വിളിച്ചാറ് കത്തര മോണു, നായിൻ്റെ മോണു, ദജ്ജാല്, പന്നി എന്നെല്ലാം വിളിച്ച് എത്തരോ മനുഷ്യന്മാരുള്ള ഇതാരെ ഈ ഔലിയാക്കന്മാരെ കുത്തുബായോ പിന്നെ സുൽത്താൻ ലാരിഫിയുടെ വിളിച്ചുകൊള്ളാറ് എല്ലാവരും ബിലിക്കേറ്റ് പകലെ അല്ലെങ്കിൽ അങ്ങ് വിളിച്ചതൊക്കെയായിട്ട് എല്ലാവർക്കും എന്തോ അങ്ങ് എല്ലാവർക്കും നാം മാഫാക്കി എന്നുള്ള വിശാല മനസ്സുണ്ടാക്കിയ മഹാൻ. അത്രമേല അങ്ങ് വിളിച്ചങ്ങനെ നണ്ടെന്തുറങ്ങ വൈദവരെന്നെ ബന്ധു പോയാൽ ചെന്നാറില്ല. അതുപോലെ നല്ല നണ്ട് ആഹൃതോ ഞങ്ങൾക്ക് സഹായക്കടങ്ങ എന്ന് ചെന്ന മഹാൻ. എൻ്റെ അങ്ങനെ കൊണ്ട് ആർ പറഞ്ഞത് കൊണ്ടു, ആർ ഞങ്ങൾ നിസ്സാരാക്കിയത് കൊണ്ടു, ആർ ഞങ്ങൾ ദൂരിയത് കൊണ്ടു, ഞങ്ങളെ നിന്ദിച്ചത് കൊണ്ടു, ഞങ്ങളെ ഇൻസൾട്ടാക്കിയത് കൊണ്ടു ഞങ്ങൾ ധാരാളം ആഹൃത്തിൽ കൂലി കിട്ടുന്നത് സബർ ചെയ്ത്. അതുകൊണ്ട് അങ്ങനെല്ലാം ഞങ്ങൾക്ക് എന്താക്കട ആഹൃത്ത് സഹായക്കടാറ് അങ്ങ് നല്ലങ്ങ എന്ന് ചെന്ന മഹാൻ. എല്ലാവരും പഠിച്ച സമയത്ത് എല്ലാവർക്കും മാഫാക്കിയ മഹാൻ സുൽത്താൻ ലാരിഫ് അഹമ്മദ് അൽ കബീർ റിഫാരി എല്ലാം ചെന്നല്ലേ. ആരെ ബകലും കൽബുലു തെല്ലേ തെല്ലെന്താ കണ്ട നിങ്ങളെ ചങ്ങായിമാരെ ബകലും നിങ്ങളെ ശത്രുക്കൾ ബകലും ആരെ ബകലും എന്താ കണ്ട ദുർവിചാരി കണ്ട വേണ്ടാത്തത് എന്ത് കണ്ട ആരെ ബകലും എല്ലാവരുടെ ബകലും നല്ലതേ തിരിക്കുറു, എല്ലാവർക്കും നല്ലാവുകയെ ദുവാർക്കുറു. എന്തെങ്കിൽ നിങ്ങളെ കൽബ് തന്നാലും നന്നായുള്ളൂ. അതുകൊണ്ട് അള്ളാഹു അങ്ങേറ്റ് നിങ്ങളെ മുട്ടാവിട, നിങ്ങളുമായിട്ട് അള്ളാഹായിട്ട് നിക്കട്ടാവിടകണേ. ആരെ ബകലും വിചാരിക്കണ്ട, എല്ലാവരുടെ ബകലും അഫലായിട്ട് എല്ലാവരും നല്ലതായിട്ട് കണ്ട് കൈയുടെ പരമാവധി ഞങ്ങൾ എന്തെങ്കിലും ആക്കിയിട്ടുണ്ട് ഞങ്ങൾ എല്ലാവർക്കും ഞങ്ങൾ മാഫാക്കുക എന്നുള്ള വിശാല മനസ്സുണ്ടാക്കിയിട്ടെങ്കിൽ ഞങ്ങൾ അള്ളാഹ് വിട്ട സീറ്റ് കിട്ടും, ഞങ്ങൾക്ക് അള്ളാഹ് വിട്ട അള്ളാഹ് തൃപ്തി കിട്ടുക എന്ന് ചെന്ന മഹാൻ സുൽത്താൻ ലാരിഫീൻ അഹമ്മദ് അൽ കബീർ റിഫാരി അള്ളാഹു തആല അൻഹു. ഹിജറ 578 ജുമാദുൽ ഊല 12 ജുമാദുൽ ഊല 12 മഹാനായ സുൽത്താൻ ലാരിഫീൻ അഹമ്മദ് അൽ കബീർ റിഫാരി അള്ളാഹു തആല അൻഹു വഫാത്ത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉമ്മു അബീദ അല്ലെ ഉമ്മു ഉബൈദ ആ ഗ്രാമത്തിൽ നമ്മുടെ ബാപ്പ യഹ്യൽ ബുഖാരി അലിയുടെ മഖബറത്തെ മുട്ട ദഫനാക്കിനാറ്. ഇന്നും കൂടി പക്ക ഭയങ്കര നിർജ്ജന പ്രദേശത്ത് ഭാരി പാമ്പും എന്തെല്ലാം പാമ്പുകളെ ರಂಪುള്ള പക്കത് ദഫനാക്കിയ പക്ക. അവിടേക്ക് പോണ മനുഷ്യന്മാരല്ല, നല്ല ഈമാൻ ധൈര്യകാരൻ മാത്രം പോകുക അവിടെ. അത്തരം അതിലേക്കുള്ള മക്കത്ത് മഹാന അന്ത്യവിഷയങ്ങളോട് അവിടുത്തെ ബറക്കത്ത് കൊണ്ട് പഠിച്ചവനെല്ലാം മക്സദ് ഹാസിലാക്കല്ല. അവിടുത്തെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കെല്ലാം നല്ല സ്വഭാവം പ്രദാനം ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാം പഠിച്ച നല്ല റഹ്മാൻ നിങ്ങളെ കൽബിലെല്ലാം ഉള്ള ദുർവിചാര ആരങ്ങാറാറെല്ലാം ഉള്ളതെല്ലാം ഇല്ലാണ്ടാക്കിയിട്ട് നിങ്ങളെ കൽബെല്ലാം നീ പഠിച്ചവനെ മെലിച്ചാക്കിയിട്ട് പഠിച്ചവനെ അള്ളാഹുവേ നിൻ്റെ മഹദാഹ് നീ പൊരുത്തപ്പെട്ട് നൽകി ഉടച്ചേക്കൂ. നീ പുറത്തുപെട്ട് നില കാമിലായി ഈമാൻ മരിക്കൂ. അവിടുത്തെ മുരീദന്മാരായി കൊണ്ടേ മരിക്കൂ. നീ നമുക്ക് ഭാഗ്യം ഉണ്ടാക്കുക അവിടുത്തെ ബറക്കത്ത് കൊണ്ട്. അല്ലാഹ് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.